ദേവസ്വം മന്ത്രിക്ക് ക്ഷേത്രാചാരങ്ങളെക്കുറിച്ച് പ്രാഥമികമായിട്ടുള്ള അറിവെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ ഈ തരത്തിൽ അവിടെ തിരുവാറന്മുള അപ്പന് നിവേദിച്ച് വിളക്ക് കൊളുത്തി അവിടുത്തെ ചടങ്ങുകളൊക്കെ പൂർത്തിയായതിന് ശേഷം മാത്രമേ ഈ വള്ളസദ്യയിൽ മന്ത്രി പങ്കെടുക്കാൻ പാടുണ്ടായിരുന്നുള്ളൂ. മന്ത്രിക്ക് ദേവസ്വം ബോർഡിൻ്റെ കാര്യങ്ങളിലുള്ള താല്പര്യം വളരെ വ്യക്തമാണ്. കാരണം ഏറ്റുമാനൂരിൽ വിജിലൻസ് തന്നെ കണ്ടെത്തി കുറ്റവാളിയാണെന്ന് കണ്ടെത്തി മാറ്റി നിർത്താൻ ആവശ്യപ്പെട്ട മുരാരി ബാബുവിനെതിരായിട്ട് തൻ്റെ സ്വന്തം മണ്ഡലമായിട്ടുള്ള പ്രദേശത്ത് ഉള്ള ക്ഷേത്രത്തിലുണ്ടായിട്ടുള്ള ഈ പ്രശ്നങ്ങളുടെ പേരിൽ പോലും ആ മുരാരി ബാബുവിനെതിരായിട്ട് നടപടിയെടുക്കാതിരുന്ന ആളാണ് മന്ത്രി വാസവൻ. ഇപ്പോൾ അതിനുശേഷം വൈക്കം ക്ഷേത്രത്തിലെ വഴിപാടിനങ്ങളിൽ ലഭിച്ച 255 ഗ്രാം സ്വർണം നഷ്ടപ്പെട്ടതായിട്ട് ഓഡിറ്റ് റിപ്പോർട്ടിലുണ്ട്. 2020-21 ഓഡിറ്റ് റിപ്പോർട്ട്. ആ ഓഡിറ്റ് റിപ്പോർട്ട് കഴിഞ്ഞ വർഷം നവംബറിലാണ് ഹൈക്കോടതിയിൽ സമർപ്പിച്ചത്. ഈ കാര്യത്തിലും ഈ രണ്ട് മഹാക്ഷേത്രങ്ങളും തൻ്റെ സ്വന്തം ജില്ലയിലുള്ളതാണ്, ദേവസ്വം മന്ത്രിയുടെ ജില്ലയിലുള്ളതാണ്. ഈ രണ്ട് കാര്യത്തിലും ദേവസ്വം മന്ത്രി ഒരു നടപടിയും എടുത്തിട്ടില്ല.